ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മണ്ണിനടിയിൽ കുടുങ്ങിയ 100-ലധികം പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. പകൽ സമയത്ത് മാത്രമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. മിന്നൽ പ്രളയം ബാധിച്ച ഹർഷിലിലെ സൈനിക ക്യാമ്പിൽ നിന്ന് പി ആർ സുനിലും ദൃശ്യങ്ങളുമായി നന്ദു പേരാമ്പ്രയും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് മോർണിംഗ് പി ആർ സുനിൽ. അതീവ ദുഷ്കരമായ പാതകൾ താണ്ടി മണിക്കൂറുകൾ നീണ്ട നടന്ന ഒരു സാഹസികമായ യാത്രയ്ക്കൊടുവിലാണ് ഈ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. ഇന്നത്തെ പ്രഭാതത്തിൽ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? അവിടുത്തെ ആ ഒരു ടെറൈൻ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്? സുജിയ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹർഷിലിലെ ആർമി ക്യാമ്പിലാണ്. ആർമി ക്യാമ്പിന്റെ ഒരു ഭാഗം ഈ ഒരു വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയതായി നമുക്കറിയാം. അത് എത്രത്തോളം ആഘാതം ഈ ആർമി ക്യാമ്പിൽ ഉണ്ടായി എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് നൽകുന്നത്. ഇത് ആർമി ക്യാമ്പിന്റെ മെസ്സും അതുപോലെ തന്നെ ഇവിടെ ജവാന്മാരൊക്കെ തന്നെ താമസിച്ച കെട്ടിടങ്ങളുമൊക്കെയാണ്. അതിന്റെയൊക്കെ പകുതിക്ക് മുകളിൽ വരെ കല്ലും മണ്ണുമൊക്കെ തന്നെ വന്ന് മൂടിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ പ്രദേശത്ത് ഏതാണ്ട് ഒരു വലിയ പ്രദേശമാണ്. ആ പ്രദേശത്താകെ ഈ നദി കയറി വലിയ വെള്ളപ്പാച്ചിലുണ്ടായി. എല്ലാ മേഖലകളിലെയും കെട്ടിടങ്ങൾ തകർത്ത് ഈ വെള്ളപ്പാച്ചിൽ ഉണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. ഇവിടെ നിന്നാണ് 9 ജവാന്മാരെ കാണാതായത്. അവരെക്കുറിച്ച് ഇതുവരെ എന്തെങ്കിലും വിവരമില്ല. ഇപ്പോഴും നമുക്ക് അവിടെ ദൂരെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവർക്കായുള്ള തെരച്ചിൽ ആ മേഖലയിലൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മളോട് ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ആർമിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് സമീപത്തേക്ക് പോകുന്നതിന് ചെറിയ പരിമിതിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരിപ്പോഴും അവിടെ തെരച്ചിൽ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഈ കെട്ടിടത്തിന്റെയൊക്കെ തന്നെ ഈ ഒരു പകുതിക്ക് മുകളിൽ വരെ ഇത് കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ്. ഈ ഒരു ആർമി ക്യാമ്പിലെ മെസ്സിന്റെയൊക്കെ ഒരു മേൽക്കൂരയാണ്. അതിന്റെ ഈ ഒരു പകുതിക്ക് മുകളിൽ വരെ ചെളിയും കല്ലുമൊക്കെ വന്ന് മൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രദേശത്തേക്ക് പോയാൽ നോക്കൂ, സമാനമായ രീതിയിൽ തന്നെയാണ് നിരവധി ഈ മേഖലയിലുള്ള ആർമിയുടെ എല്ലാ ഇതുപോലുള്ള നിർമ്മിതികളും ഇതുപോലെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. നോക്കൂ, ഇതൊരു മുറിയാണ്. എനിക്ക് തോന്നുന്നു ഇത് താമസിക്കാനുള്ള ഒരു മുറിയായിരിക്കും. അവിടെ ബെഡെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെയറുകൾ കാണാം. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിലാണ് ഇവിടെ ഹർഷിലിലെ ഈ ഒരു ആർമി ക്യാമ്പിലേക്ക് ഇത്തരത്തിൽ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അവിടെ ദൂരെ നോക്കിയാൽ നമുക്ക് കാണാം, ഇതൊക്കെ ഓരോ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ദൂരെ നോക്കിയാൽ കാണാം. നോക്കൂ, ഒരു മേൽക്കൂര മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ അവിടെ ആ കെട്ടിടമാകെ തകർന്ന് താഴേക്ക് വീണു. അതിന്റെ ഒരു മേൽക്കൂര മാത്രമേ കാണാനുള്ളൂ. ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പറയുന്നത് ഈ ഒരു വലിയ ശബ്ദം കേട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആർമി ജവാന്മാരും ആർമി ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ശബ്ദം കേട്ട് ഇവരെല്ലാവരും ഓടി മുകളിലേക്ക് കയറി. പക്ഷെ അങ്ങനെ ഓടി മുകളിലേക്ക് പോകാൻ പറ്റാതിരുന്ന ആളുകളാണ് 9 ജവാന്മാരാണ് ഈ ഒരു മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയത്. നോക്കൂ, ഈ മേൽക്കൂരയുടെ ഇത്രയും വരെ വന്ന് ചെളി മൂടിയിരിക്കുന്നത്. ഇതൊരു താഴ്ന്ന പ്രദേശമായിരുന്നു. അപ്പോൾ താഴ്ന്ന പ്രദേശത്തെ ഒരു ആർമി ജവാന്മാർക്ക് താമസിക്കാനുള്ള ഒരു കെട്ടിടമാണ്. അതിന്റെ മേൽക്കൂര വരെ വന്ന് ചെളി മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ആ ഒഴുകുന്നത് ഭഗീരഥി നദിയാണ്. അവിടെയാണ് നദി ഒഴുകിയിരുന്നത്. അതിനുശേഷം പിന്നീട് വളരെ മനോഹരമായൊരു ടെറൈനായിരുന്നു. ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലം. മഞ്ഞുകാലത്തൊക്കെ തന്നെ ഇവിടെ മുഴുവൻ മഞ്ഞ് മൂടിപ്പോകുന്ന വളരെ മനോഹരമായ ടൂറിസ്റ്റുകളുടെയൊക്കെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ഹർഷിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാണുന്ന ഭഗീരഥി നദി, അവിടെ ഒഴുകിയിരുന്ന നദി ഈ മേഖലയിലൂടെ ആകെ പടർന്നൊഴുകി ഇതിന് മുകളിലൂടെ ഒഴുകി. നോക്കൂ, ഇവിടെ നമുക്ക് ഈ മരത്തിൽ കാണാൻ കഴിയും. മരത്തിന്റെ ഇതുവരെ മുകളിലേക്ക് ആണ് ഈ നദി ഒഴുകിയിരിക്കുന്നത്. ഇവിടുന്ന് എത്രയോ താഴ്ചയിലായിരുന്നു യഥാർത്ഥത്തിൽ ലാൻഡ്സ്കേപ്പ്. ഇത്രയും ഉയരത്തിൽ വന്ന് മണ്ണ് മൂടിയതാണ്. നമ്മൾ ഇന്നലെ ധാരാലി മേഖലയിൽ നിൽക്കുമ്പോൾ അവിടെ ആർമി ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ഈ ഒരു തെരച്ചിലിനൊക്കെ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് 40 അടിക്ക് മുകളിൽ വരെ ചളി വന്ന് മൂടിയെന്നാണ്. അപ്പോൾ ഇവിടെ താഴ്ന്നൊരു പ്രദേശമായിരുന്നു. അവിടെ വന്ന് ചളിയും കല്ലുമൊക്കെ ഇതുപോലെ മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ആർമി ക്യാമ്പിന്റെ അവസ്ഥ. മറ്റൊരു കെട്ടിടത്തിലേക്ക് പോയാൽ അവിടെയും സമാനമായ കാഴ്ച തന്നെയാണ്. നോക്കൂ, ആ കെട്ടിടമാകെ തകർന്ന് ആ കെട്ടിടത്തിന്റെയും ഈ മേൽക്കൂര വരെ ഇത്തരത്തിൽ കല്ലും മണ്ണുമൊക്കെ തന്നെ ഇത്തരത്തിൽ മൂടിയിരിക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ ഈ 9 ജവാന്മാരെ ഈ മേഖലയിൽ നിന്നാണ് കാണാതായത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ഇവിടെ തുടരുന്നുമുണ്ട്.
അപ്പോൾ ഈ ഒരു കല്ലൊക്കെ മാറ്റിയുള്ള തെരച്ചിൽ ഒരിക്കലും പ്രായോഗികമല്ല. ഇത് ഫ്രിഡ്ജാണ്. നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര കാണിക്കും അതിന്റെ ദൃശ്യം. ഇത് ഇവരുടെ ഈ മെസ്സിലെ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിന്റെ അവശിഷ്ടങ്ങളാണ്. ഇതിനകത്ത് ഇതൊക്കെ കാണാം. അങ്ങനെ മറ്റേ ചീസൊക്കെ കാണാം. ഭക്ഷണ സാധനങ്ങൾ, തക്കാളി, പച്ചക്കറികളൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊരു മെസ്സിന്റെ ഭാഗമാണ്. പിക്കിളൊക്കെ തന്നെ, പിക്കിൾ ബോട്ടിലൊക്കെ തന്നെ കാണാം. അപ്പോൾ മെസ്സിന്റെ ഭാഗമാണ്. ഇതാണ് ആർമി മെസ്സായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇന്നലെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഇവിടെ കുഴിച്ച് പരിശോധിച്ചിരുന്നു. അത് നമുക്ക് കാണാൻ കഴിയും. മണ്ണൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ മെസ്സിനുള്ളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായി ഇവിടെ മണ്ണൊക്കെ താഴേക്ക് വരെ എടുത്ത് കുഴിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെ നന്ദു ആ വിഷ്വൽ കാണിക്കുന്നുണ്ടോ? താഴെ മണ്ണൊക്കെ മാറ്റി ഇവിടെ കുഴിച്ചു നോക്കി, പക്ഷേ ആരെയും കണ്ടെത്താനായില്ല. അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ ഒരു ശബ്ദം കേട്ട് ഓടി പുറത്തിറങ്ങിയിരിക്കാം. അപ്പോൾ ഈ ഒരു മലവെള്ളപ്പാച്ചിലിൽ അവരൊക്കെ തന്നെ ആ ഒരു മണ്ണിനടിയിലാവുകയോ അല്ലെങ്കിൽ ഒഴിച്ചു പോവുകയോ ചെയ്തിരിക്കാം. കണ്ടോ, ഇവിടെയൊക്കെ കുഴിച്ച് പരിശോധിച്ചിട്ടുണ്ട്. ഇന്നും ആ സമാനമായ രീതിയിൽ ആ ഒരു പരിശോധന നടത്തും. അപ്പോൾ ഇതുവരെ കാണാതായ ആരെയും കുറിച്ച് ഒരു വിവരവുമില്ല. ഇപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ഒരു ഇന്നത്തെ തെരച്ചിലിന്റെ ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കുകയാണ് നമ്മുടെ ജവാന്മാർ. അപ്പോൾ ഇതാണ് ആർമി ക്യാമ്പിന്റെ അവസ്ഥ. നോക്കൂ, ആർമി ക്യാമ്പിന്റെ എത്ര ഭാഗം വരെയാണ് ഈ ഒരു കല്ലും മണ്ണുമൊക്കെ ഒഴുകിപ്പോയിരിക്കുന്നത് നോക്കൂ. ഭഗീരഥി നദിയിൽ നിന്ന് എത്ര ദൂരത്തിലാണെന്ന് നോക്കൂ. ഇനി ഈ മേഖലയൊക്കെ തന്നെ ശരിയാക്കി എടുക്കണം. ഈ ദൂരത്തിൽ വരെയുള്ള കെട്ടിടങ്ങൾ വരെ തകർന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് ഈ ഹർഷിൽ മേഖലയിലൊക്കെ തന്നെ നിലനിൽക്കുന്നത്. ദരാലിയിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ ഇപ്പുറത്താണ് ഹർഷിലെ ഈ ഒരു ആർമി ക്യാമ്പ്. അപ്പോൾ ദരാലിയിലെ ആ ഗ്രാമമാകെ തുടച്ചു നീക്കി, ആ ഗ്രാമത്തെ ആകെ തകർത്ത് പിന്നീട് ഈ വെള്ളപ്പാച്ചിൽ ഈ ഒരു ഹർഷിലെ ആർമി ക്യാമ്പിലൂടെ കടന്നുപോയി. ഇപ്പോൾ ജവാന്മാർ, നമുക്കറിയാം, പിക്കാസും ഈ മണ്ണുകോരിയൊക്കെ എടുത്ത് ഇപ്പോൾ ആ പ്രദേശത്ത് തെരച്ചിലിനായി പോവുകയാണ്. അപ്പോൾ ഇന്ന് 5-ാം ദിവസമാണ്. കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ തെരച്ചിൽ നടക്കുകയാണ്. ഈ ദുരന്തത്തിന് ശേഷം തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു കാണാതായ ജവാന്മാർക്ക് വേണ്ടി. പക്ഷേ ഇതുവരെയും ആരെയും കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ഇപ്പോഴും അവരെ കണ്ടെത്താനുള്ള തെരച്ചിലിനായി ഇപ്പോൾ സൈനികർ പോകുന്നതാണ് കാണുന്നത്. ഒരുപക്ഷെ മെസ്സിന് സമീപത്ത് തന്നെയായിരിക്കും ഇന്നത്തെയും തെരച്ചിൽ നടക്കുക. അപ്പോൾ അതിനായി ജവാന്മാർ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വലിയ ഒരു നാശനഷ്ടം തന്നെയാണ് ഈ ഹർഷിലെ ആർമി ക്യാമ്പിന് ഈ ഒരു ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ നേർക്കാഴ്ചയാണ് നമുക്ക് നന്ദു പേരാമ്പ്ര ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. നോക്കൂ, എത്ര വലിയ കൂറ്റൻ പാറക്കല്ലുകളാണ്. ഈ കല്ലുകളൊക്കെയാണ് ഈ വെള്ളത്തിനൊപ്പം ഒഴുകി ഇവിടേക്ക് വന്നത്. അപ്പോൾ ഈ കല്ലുകൾ ഇടിച്ച് കെട്ടിടങ്ങളൊക്കെ തകർന്നു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇതാണ് ഹർഷിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും തെരച്ചിൽ തുടരുന്നു. അത് അവിടെ മണ്ണ് മാറ്റി തെരച്ചിൽ നടത്തുകയാണ്. നമുക്ക് വേണമെങ്കിൽ അതിനടുത്ത് വരെ പോകാം. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെത്തി കല്ലും മണ്ണുമൊക്കെ മാറ്റി ഒരു തെരച്ചിൽ നടത്തുകയാണ്. നേരത്തെ ഡോഗ് സ്ക്വാഡിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ മണം പിടിച്ച് ഒരു സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കുഴിച്ച് നോക്കുകയാണ്. ആരെങ്കിലും ഈ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നറിയാനായി. പക്ഷേ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന അവർക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും ഇവർക്ക് സംശയമുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഇവിടെ ഒരു റെഡ് ഫ്ലാഗ് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അവർക്ക് സംശയമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഫ്ലാഗുകളൊക്കെ വെച്ച് അവർ ഇവിടെ ഇങ്ങനെ തെരച്ചിൽ നടത്തുകയാണ്. ആർമി ഉദ്യോഗസ്ഥർ 9 ജവാന്മാരെയാണ് ആർമിക്ക് നഷ്ടമായത് ഈ ഒരു മലവെള്ളപ്പാച്ചിലിൽ. അപ്പോൾ സംശയം തോന്നിയ സ്ഥലങ്ങളിൽ അവർ ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ മണ്ണൊക്കെ മാറ്റി ഇത്രയും വലിയ കല്ലുകളെല്ലാം മാറ്റി അവിടെ പരിശോധന നടത്തുകയാണ് ഇപ്പോൾ ആർമി. ഇന്ന് വൈകുന്നേരം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു തെരച്ചിൽ തുടരും. ദരാലി മേഖലയിലും സമാനമായ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു നേർക്കാഴ്ച. സുജയ, പി ആർ സുനിലും നന്ദു പേരാമ്പ്രയുമാണ് ഇപ്പോൾ ആർമി ക്യാമ്പ് നിന്നിരുന്ന സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നൽകുന്നത്. സുനിൽ, ഒരു കാര്യം കൂടി, ഈ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടേക്ക് എത്തിച്ചേർന്നത്. നിങ്ങൾക്ക് ഭക്ഷണം അങ്ങനെ കിട്ടാനായിട്ടുള്ള വന്ന വഴിയിലൊന്നും അതിനുള്ള സാഹചര്യങ്ങൾ കണ്ടിരുന്നില്ല. രാവിലെ നമുക്കിവിടെ ചായയും കാപ്പിയും ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇത്രയും ദുർഘടം പിടിച്ചൊരു മേഖലയിൽ നിൽക്കുകയാണ്. അവിടെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ സുനിൽ?
സുജിയ, ഇന്നലെ വൈകിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു. നമ്മളൊരു ഹോട്ടലിൽ അതിനായിട്ട് ഒരു സൗകര്യം നമുക്ക് ആ ഹോട്ടൽ ഉടമ ഉണ്ടാക്കി തന്നെ. ഒരു ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല, കാരണം വൈദ്യുതി ഇല്ല. പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഹോട്ടലുകളൊക്കെ പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഇന്നലെ പക്ഷേ നമുക്ക് വേണ്ടി, മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേണ്ടി അവർ ഭക്ഷണം ഉണ്ടാക്കി തന്നു. ഇന്ന് രാവിലെയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. പക്ഷേ ഇന്നലെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട ഈ ഒരു യാത്രയിൽ പക്ഷേ നമുക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. കാരണം എല്ലാ മേഖലയിലും കടകളൊക്കെ തന്നെ അടച്ചു കിടക്കുകയാണ്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെങ്കിൽ പോലും ഇവിടെ ഈ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം എല്ലാവരും ഈ മേഖലയിൽ നിന്ന് പലായനം ചെയ്തു. അപ്പോൾ ഇവിടെയൊന്നും ഹോട്ടലുകളിലോ അങ്ങനെയൊന്നും ആരുമില്ല. പക്ഷേ ഇനി നമ്മൾ ഇന്ന് തിരിച്ച് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ തിരിച്ചു പോകണം. നമ്മളിന്നിപ്പോൾ ഇവിടെ രാവിലെ ആർമി ക്യാമ്പും അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ദലാലി മേഖലയിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തനം നേരിട്ടൊന്നുകൂടി കാണാനായി. അതിനുശേഷം നമ്മൾ തിരിച്ചു മടങ്ങും. ഏതായാലും ഇവിടെ ഇപ്പോഴും ഇതൊരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ എല്ലാ ഹോട്ടലുകളും ഒക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഇനിയൊരു കുറച്ച് ദിവസം കൂടി എടുക്കും ഇവിടെ വൈദ്യുതിയൊക്കെ പുനഃസ്ഥാപിക്കാൻ, പിന്നീട് ഇതൊരു സാധാരണ നിലയിലേക്ക് വരാൻ. ഏതായാലും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്നത് ഇവർക്ക് ഈ ഒരു നഷ്ടപ്പെട്ട ജവാന്മാരെ കണ്ടെത്തുക എന്നതാണ്. 9 ജവാന്മാരെയാണ് കാണാതായത്. അപ്പോൾ പിയാസുനിലും നന്ദു പേരാമ്പ്രയും അവിടേക്ക് എത്തിയത് എത്രത്തോളം ദുർഘടം പിടിച്ച പാതയിലൂടെയാണ്. അതായത് നമ്മുടെ ക്യാമറയും അതുപോലെ തന്നെ ഈ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള ബാക്ക് പാക്കും ഒക്കെ ചുമന്നുകൊണ്ടുള്ള നടത്തമാണ്. കയ്യിൽ കരുതിയ വെള്ളം മാത്രമാണ് പോകുന്ന വഴിയിൽ, ലഘുഭക്ഷണവും ഒക്കെ മാത്രമാണ് അവർ കഴിച്ചിട്ടുമുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു AC മുറിയുടെ ശീതളിമയിൽ ഇരുന്നുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടകങ്ങളിൽ ഇരുന്ന് ഇത് കാണുമ്പോൾ അവർ നടത്തിയ ഒരു യാത്രയുടെ ആ ദുരിതഭൂമിയിലെ യഥാർത്ഥ ചിത്രം എന്താണ് എന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കാണിച്ച ആ യാത്രയുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പിയാസുനിലും നന്ദു പേരാമ്പ്രയും കൂടുതൽ കാഴ്ചകൾ. ധരാലിയിലെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 100-ലധികം പേരാണ് മണ്ണിനടിയിൽ പെട്ടുപോയിരിക്കുന്നത്. അവരെവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു സൂചനയുമില്ല. സൈനികരുമുണ്ട്. അതിൽ 9 സൈനികരെയാണ് കാണാതായത്. ഇപ്പോൾ ക്യാമ്പ് നിന്ന ഭാഗത്തൊക്കെ കുഴിച്ചു പരിശോധിക്കുകയാണ്.